Good morning, my dear students. Today, our topic special type of customers. Customers of a bank എന്ന് പറയുന്ന second chapterലെ last topic. There is a special type of customers. Special type of customersലെ ബാങ്കർ എടുക്കേണ്ട ചില precautions ഉണ്ട്. A banker can enter into a valid banking contractual relationship with a customer of a normal capacity. This is of course subject to the conditions that customer is a genuine person and it is willing to enter into a necessary business relationship with the banker. അതായത് ഒരു നോർമൽ സിറ്റുവേഷനിൽ, അതായത് ഒരു കോൺട്രാക്റ്റിലെ ഒരു നോർമൽ പേഴ്സൺസിന് മാത്രമേ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ദെൻ അത്തരത്തിലുള്ള നോർമൽ പേഴ്സൺസ് മാത്രം തന്നെയാണ് ആരുടെ ബാങ്കറിൻ്റെ കസ്റ്റമറായിട്ട് ഇരിക്കുക. ഇൻ അഡീഷൻ ടു സച്ച് കസ്റ്റമേഴ്സ്, അങ്ങനെ നോർമൽ സിറ്റുവേഷൻ അല്ലാത്ത സിറ്റുവേഷനിൽ ദർ ആർ സ്പെഷ്യൽ കസ്റ്റമേഴ്സ് ഹു ഹാസ് ഓൾസോ ഡീലിംഗ് വിത്ത് ദ ബാങ്കർ. ചില പ്രത്യേക സിറ്റുവേഷനിലും ബാങ്കർ ചില കസ്റ്റമേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. സച്ച് കസ്റ്റമേഴ്സ് who also dealing with the banker. This includes minors, joint account holders, partnership firms, joint stock companies, executives, trustee, club and associations. These are the special type of customers. Very important topic ആണ്. സാധാരണ എസ് ക്വസ്റ്റ്യന് ചോദിക്കാറുണ്ട്, ഷോർട്ട് എസ്സേയിലൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിലെ ബാങ്കർ എങ്ങനെയായിരിക്കും ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ നേരിടുക, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത് ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ബൈ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് വിത്ത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഇവരുമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതുമായി തുടർന്ന് വരുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ബാങ്കർ ശ്രദ്ധിക്കേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദീസ് ഇൻക്ലൂഡ് മൈനേഴ്സ്, ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, പാർട്ട്ണർഷിപ്പ് ഫേംസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, എക്സിക്യൂട്ടീവ്സ്, ട്രസ്റ്റീസ്, ക്ലബ് ആൻഡ് അസോസിയേഷൻസ്. The banker should take special care and precaution to ensure that the accounts of these special customers are being operated and conducted in accordance with the provisions of their respective features and charters or characters. അതായത് ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനവിടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ടു ഡീലിംഗ് വിത്ത് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഇത്തരത്തിലുള്ള കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? സാധാരണ ചിലപ്പോൾ 1, 2, 3, 4 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിസ്കസ് ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ബൈ ദ ബാങ്കർ വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതേപോലെ തന്നെ ഇൻസോൾവൻ, ഇൻസാനി, ഇങ്ങനെയൊക്കെ വരുന്ന കേസുകളിലൊക്കെ ബാങ്കർ എടുക്കേണ്ട ചില പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, ദർ ഈസ് എ വൺ ഓഫ് ദി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ, ദർ ഈസ് എ മൈനർ. അതായത് മൈനർ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം പ്രായപൂർത്തിയാകാത്ത വ്യക്തികളെയാണ് നമ്മൾ മൈനർ പേഴ്സൺസ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഈ മൈനറുമായിട്ട് ബാങ്ക് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? അവിടെ മൈനർ ഈസ് എ പേഴ്സൺ ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ്. 18 വയസ്സ് തികയാത്ത ആളുകളെയാണ് നമ്മളിവിടെ എന്ത് പറയുക? മൈനർ എന്ന് പറയുക. ഇഫ് എ ഗാർഡിയൻ അപ്പോയിൻറ്റഡ് ബൈ ദ കോർട്ട് ടു ടുക്ക് ആഫ്റ്റർ ഹിസ് പ്രോപ്പർട്ടി ഹി വിൽ അറ്റൈൻ മെജോറിറ്റി ഓൺലി ദ കംപ്ലീഷൻ ഓഫ് 21 years. മൈനർ എന്ന് പറയുന്നത് 18 വയസ്സ് തികയാത്തൊരു വ്യക്തിയെ നമുക്ക് മൈനർ പേഴ്സൺ എന്നും, എന്നാൽ ആ ഒരു വ്യക്തി മേജറായിട്ട് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? 21 വയസ്സ് തികയുമ്പോഴാണ് മേജർ പേഴ്സണായിട്ട് അംഗീകരിക്കുക. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എ മൈനർ ഈസ് നോട്ട് കാപ്പബിൾ ഫോർ എൻറ്ററിങ് ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം എ മൈനർ ഈസ് നോട്ട് കാപ്പബിൾ ഫോർ എൻറ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ്. ഒരു മൈനർ പേഴ്സൺസിന് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന കാരണത്താൽ തന്നെ ഏതെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടുകയാണെങ്കിൽ ആ കരാറ് ആ ഒരു കാരണത്താൽ അതെന്താവുന്നതാണ്? അസാധുവാകുന്നതാണ്. ഒരു വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറാവുന്നതാണ്.
Then, therefore, a banker should be very much careful while opening an account in the name of a minor. The following points should be taken in the mind of a banker in his connection. അതുകൊണ്ട് തന്നെ എ ബാങ്കർ ഷുഡ് ബി വെരി കെയർഫുൾ, ബാങ്കർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ മൈനർ. മൈനറുടെ പേരിൽ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് it is not advisable to open a current account since in the case of overdraft the minor does not have any personal liability. However, a savings bank account may be opened in the name of a minor. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ഓപ്പൺ എൻ കറണ്ട് അക്കൗണ്ട്. അതായത് ഒരു മൈനറെ സംബന്ധിച്ചിടത്തോളം മൈനർക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കറണ്ട് അക്കൗണ്ട് ആർക്കാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക? ബിസിനസ്മാൻ ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഡീലേഴ്സിനാണ് സാധാരണ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്ന ഒരു അക്കൗണ്ടാണ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ഓപ്പൺ എ കറണ്ട് അക്കൗണ്ട് സിൻസ് ഇൻ ദ കേസ് ഓഫ് എൻ ഓവർ ഡ്രാഫ്റ്റ് ദ മൈനർ ഡസ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ലയബിലിറ്റി. അതായത് കറണ്ട് അക്കൗണ്ട് ഒരു കാരണവശാലും അഭികാമ്യമല്ല എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ദ മൈനർ ഡസ് നോട്ട് ഹാവ് എനി പേഴ്സണൽ ലയബിലിറ്റി. കറണ്ട് അക്കൗണ്ടിന്മേൽ എന്തെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മൈനർ പേഴ്സൺസ് ഓവർഡ്രാഫ്റ്റിന് റെസ്പോൺസിബിൾ അല്ല. എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മേ ബി ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ മൈനർ. എന്നിരുന്നാലും ഒരു മൈനറുടെ പേരിൽ നമുക്ക് എന്ത് ആരംഭിക്കാവുന്നതാണ്? ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ബാങ്കർ എടുക്കുന്ന ഒരു പ്രിക്കോഷൻ എന്താണ്? ഒരു മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് മൈനേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇവർ മേജർ പേഴ്സണായിട്ട് അംഗീകരിക്കുന്നത് എപ്പോഴാണ്? 21 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് മേജർ പേഴ്സണായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം മൈനർ പേഴ്സൺസിന് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ബാങ്കർ ചില പ്രിക്കോഷൻസ് എടുക്കണം വൈൽ ഡീലിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് എ ബാങ്ക്. Then first precaution, it is not advisable to open a current account in the name of a minor. മൈനറുടെ പേരിൽ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അത് അഡ്വൈസബിൾ അല്ല. അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഇപ്പോൾ അതിന്മേൽ എന്തെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ അനുവദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഓവർ ഡ്രാഫ്റ്റിന് ഒരിക്കലും ഒരു മൈനർ പേഴ്സൺ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഏത് അഭികാമ്യമല്ല എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു അക്കൗണ്ട് അഭികാമ്യമല്ല എന്ന് പറയാനുള്ള കാരണം. However, a savings bank account may be opened in the name of a minor. എന്നിരുന്നാലും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. മൈനറുടെ പേരിൽ എന്ത് ആരംഭിക്കാവുന്നതാണ്? കറണ്ട് അക്കൗണ്ട് ആരംഭിക്കുന്നതല്ല, പക്ഷെ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. Then second point is it is also advisable to open a minor's account in the name of his nature guardian or the guardian appointed by the court. Then it is also advisable to open a minor's account in the name of a natural guardian. അതായത് ഒരു ഗാർഡിയൻ്റെ പേരിലോ അതുമല്ലെങ്കിൽ മൈനർക്ക് വേണ്ടി ഗാർഡിയൻ്റെ പേരിലോ അല്ലെങ്കിൽ കോർട്ട് ഫാദറോ മദറോ അല്ലെങ്കിൽ കോർട്ട് പറയുന്ന ഒരു ഗാർഡിയൻ്റെ പേരിലോ ഇദ്ദേഹത്തിന് വേണ്ടി നമുക്കൊരു അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. The bank shall record the date of birth of the minor as given by the minor or the guardian at the time of opening the account. തീർച്ചയായിട്ടും ഒരു മൈനറുടെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ദ ബാങ്ക് ഷാൾ റെക്കോർഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ മൈനർ ആസ് ഗിവൺ ബൈ ദ മൈനർ. മൈനർ നൽകിയിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്തിരിക്കും. ഓർ ഗാർഡിയൻ അറ്റ് ദ ടൈം ഓഫ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, അല്ലെങ്കിൽ ഗാർഡിയനാണ് മൈനറുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് പറയുന്നതെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് കൺസിഡർ ചെയ്യും. ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ മൈനർ ദ മണി ഷാൾ ബി പെയ്ഡ് ടു ദ ഗാർഡിയൻ. അതിൽ ഇനി അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മൈനർ പേഴ്സൺ മരണപ്പെടുന്ന പക്ഷം ആ ഒരു എമൗണ്ട് ആരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ആ നോമിനി അല്ലെങ്കിൽ ഗാർഡിയൻ ആരാണോ ആ ഗാർഡിയനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഡെത്ത് ഓഫ് ദ മൈനർ ദ മണി ഷാൾ ബി പെയ്ഡ് ടു ദ ഗാർഡിയൻ. ഇഫ് ദ ഗാർഡിയൻ ഡൈസ് ബിഫോർ ദ മൈനർ അറ്റൈൻസ് ദ മെജോറിറ്റി ദ മണി ഷാൾ ബി പെയ്ഡ് ടു ദ മൈനർ ഓൺലി ഓൺ അറ്റൈനിങ് എ മെജോറിറ്റി. ഇനി അതല്ല, ഗാർഡിയനാണ് മരണപ്പെടുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട്
മൈനർ പേഴ്സൺ എപ്പോഴാണോ മേജർ പേഴ്സണായിട്ട് മാറുന്നത് ആ സമയത്താണ് ആരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക, മൈനർ പേഴ്സണിലേക്ക് അത് കൈമാറ്റം ചെയ്യാം. ഇഫ് ദ ഗാർഡിയൻ ഡൈസ് ബിഫോർ ദ മൈനർ അറ്റൈൻസ് ദ മെജോറിറ്റി ദ മണി ഷാൾ ബി പെയ്ഡ് ടു ദ മൈനർ ഓൺലി അറ്റൈനിൻ. അപ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് ഉണ്ട്. ഒരു ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. കാരണം ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ്. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് സാധാരണ ആളുകളിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മൈനറുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, മൈനറിന് വേണമെങ്കിൽ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. കറണ്ട് അക്കൗണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമമൊന്നും ഇല്ലെങ്കിൽ കൂടെ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ദ ബാങ്കാണ്. ബാങ്കറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താ പറയുക, അഭികാമ്യമല്ല എന്നൊക്കെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ തുടർന്ന് വരുന്ന ലൈബിലിറ്റി, ഓവർ ഡ്രാഫ്റ്റിനൊന്നും ആരും ലൈബിളാവില്ല. ദെൻ ഈ മൈനർ പേഴ്സൺ ലൈബിൾ ആവാത്ത പക്ഷം അത് അഭികാമ്യമല്ല എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് എന്താ ആരംഭിക്കാം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാം. പിന്നെ ഒന്നുകിൽ മൈനേഴ്സ് അക്കൗണ്ട് ദ നെയിം ഓഫ് ഹിസ് നേച്ചർ ഓഫ് ഗാർഡിയൻ, ഗാർഡിയൻ്റെ പേരിലോ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ കോർട്ട് പറയുന്ന ഗാർഡിയൻ്റെ പേരിലോ മൈനർക്ക് വേണ്ടി അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. ദ ബാങ്ക് ഷാൾ റെക്കോർഡ് ഓൾ ദ ഡേറ്റ് ഓഫ് ബർത്ത്. മാത്രമല്ല ബാങ്കർ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ കൺസിഡർ ചെയ്യും. അത് മൈനറാണ് അക്കൗണ്ട് ആരംഭിക്കാൻ വന്നെങ്കിലും ആണെങ്കിലും ഗാർഡിയനാണ് പറയുന്നതെങ്കിലും ആ ഡേറ്റ് ഓഫ് ബർത്തിന് പ്രാധാന്യമുണ്ട്. ഷാൾ റെക്കോർഡ് ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ മൈനർ ആസ് ഗിവൺ ബൈ ദ മൈനർ ഓർ ഗാർഡിയൻ. ഇനി ഇൻ ദ കേസ് ഓഫ് എ ഡെത്ത് ഓഫ് എ മൈനർ മരണപ്പെടുന്ന പക്ഷം ആ ഫണ്ട് ആർക്കാണത് പ്രൊവൈഡ് ചെയ്യുക, ഗാർഡിയൻ ആയിരിക്കും കൊടുക്കുക. അല്ല ഗാർഡിയനാണ് മരണപ്പെടുന്ന പക്ഷം അപ്പോഴും മൈനർ പേഴ്സൺ മേജർ പേഴ്സൺ ആയതിനു ശേഷം മാത്രമാണ് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം. എ മൈനർ കനോട്ട് ബി എ പാർട്ട്ണർ ഇൻ എ ഫേം. ഒരു മൈനർക്ക് ഒരു ഫേമിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ചേരാനായിട്ട് സാധിക്കില്ല. ബട്ട് സംടൈംസ് എ മൈനർ ഈസ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ചില പാർട്ട്ണർഷിപ്പിൽ മൈനർ പേഴ്സൺസിന് അംഗമാവാം. അത് അംഗമാവുന്നത് എപ്പോഴാണ്, ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ്. ആ പാർട്ട്ണർഷിപ്പിൻ്റെ ബെനിഫിറ്റ് ഇയാൾക്ക് ഒരു മൈനർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ആർക്കും മെമ്പർ ആവാം, പാർട്ട്ണർ ആവാം, മൈനർ പേഴ്സണ് പാർട്ട്ണർ ആവാം. But he will not be liable for the debt of the firm during his minority. He will be liable only to the extent of his share in the profit and property of the firm. When he attains majority, he must give a public notice in this regard. അതായത് പിന്നെ പറയുന്നൊരു കാര്യം, ഒരു മൈനർ പേഴ്സൺസിനെ പാർട്ട്ണർഷിപ്പ് ഫേമിലെ അംഗമാവാനായിട്ട് പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബെനിഫിറ്റ് മൈനർ പേഴ്സൺ അവൈലബിൾ ആവുന്നതിന് വേണ്ടി ഈ മൈനർ പേഴ്സൺ എന്താവാം, പാർട്ട്ണർഷിപ്പിൽ അംഗമാവാം. പക്ഷേ ഒരു കാരണവശാലും ഇയാളുടെ മൈനോറിറ്റി പീരീഡിൽ ഉണ്ടായിരിക്കുന്ന ഡെപ്റ്റ്, അതായത് കടബാധ്യതകൾക്ക് മൈനർ പേഴ്സൺ ഒരിക്കലും റെസ്പോൺസിബിൾ അല്ല. പിന്നെ പറയുന്നൊരു പോയിന്റ് റെസ്പോൺസിബിൾ അല്ല. പിന്നെ he will be liable only to the extent of his share in the profit and the property of the firm. പിന്നെ ഇദ്ദേഹത്തിന് വരുന്നൊരു ബാധ്യത എന്ന് പറയുന്നത്, അതായത് പ്രോഫിറ്റ് കടബാധ്യതയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ബാധ്യതയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഇല്ലാത്ത പക്ഷം അത് വിട്ടുകൊടുക്കാനുള്ള ബാധ്യത വരും. അതേസമയം തന്നെ പ്രോപ്പർട്ടിയും അതിനുള്ളൊരു ബാധ്യതയാണ് ആർക്കുണ്ടാവുക, ഈ മൈനർ പേഴ്സൺസിന് ഉണ്ടാവുള്ളൂ. അതുവരെയുള്ള ലൈബിലിറ്റിയാണ് ഉണ്ടായിരിക്കുള്ളൂ. ആ മൈനർ മേ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ, ബട്ട് എ മൈനർ ഏജൻറ്റ് കനോട്ട് ബി ഹെൽഡ് ലയബിൾ ടു ദ തേർഡ് പാർട്ടീസ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ആക്ട് ഓഫ് ദ മൈനർ. എ മൈനർ മേ ബി അപ്പോയിൻറ്റഡ് ആസ് ആൻ ഏജൻറ്റ്. മൈനറിനെ ചിലപ്പോൾ ഒരു ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൽ. But a minor agent cannot be held liable to third parties in respect of the act of the minor. Therefore, dealing with the banker will be valid by binding on the banker will be valid and binding on the principal. Hence, the banker should obtain a written mandate from the customer in the case he wants that his account should be operated by an agent. പിന്നെ ഇവിടെ പറയാവുന്നത്, ഇപ്പോൾ ബാങ്കിൻ്റെ ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട്, അതായത് ആ കസ്റ്റമർക്ക് വേണ്ടി ഒരു മൈനർ പേഴ്സൺസിനെ ഏജൻ്റാക്കി വെക്കാറുണ്ട്. ഈ മൈനർ പേഴ്സണെ ഏജൻ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മൈനർ പേഴ്സൺസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും അവിടെ എ മൈനർ ഏജൻറ്റ് കനോട്ട് ബി ഹെൽഡ് ലയബിൾ. ഒരു തേർഡ് പാർട്ടിയോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ആരും റെസ്പോൺസിബിൾ അല്ല, മൈനർ റെസ്പോൺസിബിൾ അല്ല എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ കൂടെയുണ്ട്. അതുകൊണ്ട്
ബാങ്കർ ഷുഡ് obtain a written mandate from the customer. അതായത് പ്രിൻസിപ്പൽ, ആരാണ് പ്രിൻസിപ്പൽ? ഇവിടെ ആരെയാണ് ഏജൻ്റാക്കി വെക്കുന്നത്? മൈനർ പേഴ്സൺസിനെയാണ് ഏജൻ്റാക്കി വെക്കുന്നത്. അവിടെ hence the banker should obtain a written mandate from the customer in the case he wants that his account should be operated by an agent. The next point is, if an advance is granted to a minor on the guarantee of third party, such advance cannot be recovered from the guarantor. അവിടെ if an advance is granted to a minor on the guarantee of third party, ഒരു തേർഡ് പാർട്ടിയുടെ ഗ്യാരണ്ടിമേൽ ഏതെങ്കിലും രീതിയിൽ മൈനർക്ക് ലോണോ മറ്റു കാര്യങ്ങളോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ സച്ച് അഡ്വാൻസ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദി ഗ്യാരണ്ടർ. സച്ച് അഡ്വാൻസ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദ ഗ്യാരണ്ടറുടെ കയ്യിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്കർ ഒരു കാരണവശാലും അഡ്വാൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവില്ല. അതാണ് അവിടെ പറയുന്ന പോയിന്റ്. ഒരു മൈനർക്ക് വേണ്ടി വേറൊരാൾ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഇതുമൂലം ഉണ്ടാകാവുന്ന ലയബിലിറ്റിക്ക് മൈനർ ലയബിൾ അല്ല. അതുകൊണ്ട് പക്ഷേ ഗ്യാരണ്ടറെ നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കില്ല. സച്ച് ആൻ അഡ്വാൻസ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ദി ഗ്യാരണ്ടർ. ദെൻ ലാസ്റ്റ് പോയിന്റ്, a minor can draw, endorse or negotiate a check or a bill, but he cannot be liable for a such check or bill. ഒരു മൈനർക്ക് ചെക്കോ ബില്ലോ പ്രോമിസറി നോട്ടോ പോലെയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ എഴുതാം. എ മൈനർ ക്യാൻ ഡ്രോ ഓർ എൻഡോഴ്സ് ഓർ നെഗോഷിയേറ്റ് ചെക്ക് ഓർ ബിൽ, ബട്ട് ഹി കനോട്ട് ലയബിൾ ഓൺ സച്ച് എ ചെക്ക് ഓർ ബിൽ. പക്ഷേ അതുമേലുണ്ടാകാവുന്ന ബാധ്യതകൾക്ക് ഇയാൾ ലയബിൾ അല്ല. ഹി കനോട്ട് ബി സച്ച് ഇൻ റെസ്പെക്ട് ഓഫ് എ ബിൽ ആക്സെപ്റ്റഡ് ബൈ ഹിം ഡ്യൂറിംഗ് ഹിസ് മൈനോറിറ്റി. Therefore, he cannot be sued in respect of a bill accepted by him during his minority. Therefore, the banker should be very cautious in dealing with the negotiable instruments in which a minor is a party. അത്തരത്തിലെ ഏതെങ്കിലും ചെക്കുകളോ ബില്ലുകളോ മൈനർ പേഴ്സൺസ് എഴുതിയിട്ടുള്ള ചെക്കുകളോ ബില്ലുകളോ ഉണ്ടെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ബാങ്കർ വളരെയധികം ശ്രദ്ധാപൂർവമാണ് എന്ത് ചെയ്യുള്ളൂ, അത്തരം ട്രാൻസാക്ഷൻസ് എടുക്കുള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം എന്തൊക്കെയാണ്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടേക്കൺ ബൈ ദ ബാങ്കർ ഇൻ ദ കേസ് ഓഫ് മൈനർ പേഴ്സൺ ആസ് എ കസ്റ്റമർ. ഒരു മൈനർ ബാങ്കിൻ്റെ കസ്റ്റമറായിട്ട് മാറുന്ന പക്ഷം ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്തൊക്കെയാണ്? ബാങ്കർക്ക് ഒരു കാരണവശാലും ബാങ്കർ കറണ്ട് അക്കൗണ്ട് അനുവദിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ. ദെൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് ആരംഭിക്കുക. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമറുടെ ഡേറ്റ് ഓഫ് ബർത്ത് വളരെ വ്യക്തമായിട്ട് നോക്കിയിരിക്കണം എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കണം. ഇനി ഈ മൈനർ പേഴ്സൺസിന് വേണ്ടിയിട്ട് ഗാർഡിയൻ്റെ പേരിലോ അതുമല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ പേരിലോ ആണ് അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. പിന്നെ ഒന്നുകിൽ മൈനർ മരണപ്പെടുന്ന പക്ഷം ഈ ഫണ്ട് ഗാർഡിയനിലേക്കും, ഗാർഡിയൻ മരണപ്പെടുന്ന പക്ഷം ഈ മൈനർ പേഴ്സൺ എന്നാണോ മേജർ പേഴ്സണായിട്ട് മാറുന്നത് ആ മേജർ പേഴ്സണായിട്ട് മാറുന്ന പക്ഷം മാത്രമാണ് ഫണ്ട് ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ, മേജർ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. ഒരു മൈനർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പാർട്ട്ണറായിട്ട് മാറാനായിട്ട് പാടില്ല എന്നാണെങ്കിൽ കൂടെ ചില സിറ്റുവേഷൻസിൽ മൈനർക്ക് പാർട്ട്ണർഷിപ്പ് ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബെനിഫിറ്റ് അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് മൈനർക്ക് വേണമെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആരാവാം, കസ്റ്റമറായിട്ട് മാറാം. അത്തരം സിറ്റുവേഷൻസിൽ ബാങ്കറെ സംബന്ധിച്ചിടത്തോളം ഹി വിൽ നോട്ട് ലയബിൾ ഓൺലി ടു ദെൻ അവിടെ അത്തരം സിറ്റുവേഷനിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ അതുമൂലമുണ്ടാകാവുന്ന നഷ്ടങ്ങൾക്ക് ഒരു കാരണവശാലും ആരും റെസ്പോൺസിബിൾ അല്ല, ബാങ്കർ അല്ല മൈനർ റെസ്പോൺസിബിൾ അല്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണത്. പിന്നെ പറയുന്നത് മൈനറിനെ ഒരു ഏജൻ്റായിട്ടൊരു പ്രിൻസിപ്പിൾ വെക്കുകയാണെങ്കിലും മൈനർ ഏജൻറ്റ് കനോട്ട് ബി ലയബിൾ ഫോർ ഹിസ് തേർഡ് പാർട്ടി. ഒരു കാരണവശാലും പ്രിൻസിപ്പൽക്ക് വേണ്ടി ഏജൻ്റായിട്ട് മൈനറെ വെക്കുകയാണെങ്കിലും ഒരു കാരണവശാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഫണ്ട് ക്ലിയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലയബിലിറ്റി ആർക്ക് വരുന്നില്ല, മൈനർക്ക് വരുന്നില്ല. മൈനർക്ക് വേണമെങ്കിൽ ചെക്കോ ബില്ലോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസോ എഴുതാവുന്നതാണ്. പക്ഷേ എന്തെല്ലാം അത് എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബട്ട് ഹി കനോട്ട് ബി ലയബിൾ ഓൺ സച്ച് എ ചെക്ക് ഓർ ബിൽ, അതിന് അദ്ദേഹം ലയബിൾ അല്ല. ഹി കനോട്ട് ബി സ്യൂഡ് ഇൻ റെസ്പെക്ട് ഓഫ് ബിൽ ആക്സെപ്റ്റഡ് ബൈ ഹിം ഡ്യൂറിംഗ് ഹിസ് മൈനോറിറ്റി. ഒരു മൈനോറിറ്റി പീരീഡിൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് ഒരു കാരണവശാലും മൈനർ പേഴ്സൺ ലയബിൾ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മൈനർ പേഴ്സൺസിൻ്റെ പേരിൽ കേസ് ഫയൽ ചെയ്യാനായിട്ട് പാടില്ല.
Therefore, the banker should take very cautious in dealing with the negotiable instruments to which minor as a party. അത്തരം സിറ്റുവേഷനിലെ ബാങ്കർ മൈനർ പേഴ്സൺസിൻ്റെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ ഫസ്റ്റ് പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൈനർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് പോയിൻ്റ് ഈസ് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് സെക്കൻഡ് പോയിൻ്റാണ് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ഇനി ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ്. Joint account holders. Joint account holders. Joint account are the accounts that are opened and operated in the joint names of more than one persons. ഈ joint account എന്ന് പറയുന്നത് എന്താ? ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് ആരംഭിക്കുന്ന അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. Such account may be opened by any two persons for the sake of convenience of operations of an account and also for withdrawal of money after the death of any one of them. അവിടെ such accounts may be opened by any two persons for the sake of convenience of operation of account and also for withdrawal of money after the death of any one of them. Usually, joint accounts are opened by husband and wife, partners, guardian and child, etc. The banker is expected to observe the following precautions while opening and operating account in the joint names. സാധാരണ രീതിയിൽ ഒരാളല്ലാതെ ഒന്നിൽ കൂടുതൽ ആളുകൾ കൂടിച്ചേർന്നുകൊണ്ട് അക്കൗണ്ട് ആരംഭിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയാം. ഈ ജോയിൻ്റ് അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ആരൊക്കെയായിരിക്കും ജോയിൻ്റ് അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് തയ്യാറാവുന്ന ആരൊക്കെയാണ്? ജോയിൻ്റ് അക്കൗണ്ടിൽ ഒന്നുകിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, അതുമല്ലെങ്കിൽ ചൈൽഡ്, ഗാർഡിയൻ ആൻഡ് ചൈൽഡ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ പിന്നെ പാർട്ട്നേഴ്സ്, ഇവരുടെയൊക്കെ പേരിലാണ് നമുക്ക് സാധാരണ ജോയിൻ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. ദ ബാങ്കർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഒബ്സർവ് ദ ഫോളോയിങ് പ്രിക്കോഷൻസ്. അത്തരം സിറ്റുവേഷൻസിൽ ബാങ്കർ എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്കർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ജോയിൻ്റ് അപ്ലിക്കേഷൻ. ദെൻ ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്, the bank has to obtain the current account opening application form duly signed by all the persons who are interested in operating the account. അതായത് ജോയിൻ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബാങ്ക് ഹാസ് ടു ഒബ്റ്റെയിൻ ദ അക്കൗണ്ട് ഓപ്പണിംഗ് ആപ്ലിക്കേഷൻ ഫോം ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദ പേഴ്സൺസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് ആൻ അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് ആരംഭിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ഒരേപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ് രണ്ട് പേരുടെയും, രണ്ടോ മൂന്നോ ജോയിൻ്റ് അപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്തിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ? ജോയിൻ്റ് അപ്ലിക്കേഷൻ. സെക്കൻഡ് വൺ ഈസ് മോഡ് ഓഫ് കണ്ടക്ട്. The mode of conduct of the account has been finalized with the consultation and consent of all the members of a joint account. Specific instructions regarding the mode of withdrawal and writing of checks should be obtained. It must be specified the extent to which they are authorized to take advance or to pledge the securities, etc. In the absence of such instructions, the banker should honor the check which is signed by all the members. രണ്ടാമത് പറയുന്നത് മോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ്. മോഡ് ഓഫ് കോണ്ടക്റ്റ് ഒരു മോഡ് ഓഫ് കണ്ടക്റ്റ് എങ്ങനെയായിരിക്കും ഈ ജോയിൻ്റ് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാന്നുള്ളതാണ്. ഈ പെർഫോം ചെയ്യാനായിട്ട് ഒന്നുകിൽ ഈ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ് എല്ലാം തന്നെ ആരെങ്കിലും അത് ചെക്ക് സബ്മിറ്റ് ചെയ്യാനോ, അതായത് ക്യാഷ് വിഡ്രോ ചെയ്യാനോ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആരെയാണോ ഓതറൈസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ബാങ്കറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആരൊക്കെയാണോ കസ്റ്റമേഴ്സ് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും സിഗ്നേച്ചർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ചെക്കുകൾ ക്ലിയർ ചെയ്യുള്ളൂ. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ പ്രത്യേകതകൾ എന്താ? ഫസ്റ്റ് ജോയിൻ്റ് അപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. ജോയിൻ്റ് ആയിട്ട് തന്നെ അവർ അപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം, സൈൻ ചെയ്തിരിക്കണം. മോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയാണിത് കണ്ടക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആരെങ്കിലും ഒരാളെ ഓതറൈസ് ചെയ്യണം. ബാങ്കിങ് ട്രാൻസാക്ഷൻ പണയപ്പെടുത്താനോ പണം പിൻവലിക്കാനോ ഒക്കെ അതിൻ്റെ അതോറിറ്റി ആരാണെന്ന് വെച്ചാൽ ആ അതോറിറ്റിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. റിട്ടൺ ആയിട്ട് ബാക്കി എല്ലാവരുടെയും സമ്മതപ്രകാരം മാത്രമാണ് അത് അംഗീകരിക്കുള്ളൂ.
പ്രത്യേകിച്ചും അത്തരത്തിലുള്ള കൺസെൻറ്റുകളൊന്നും പറയാതെയാണെങ്കിൽ ബാങ്കറെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻസ്ട്രുമെൻസിലും ആര് സൈൻ ചെയ്തിരിക്കണം, എല്ലാ അപ്ലിക്കൻസും അതിൽ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തിരിക്കണം. ദെൻ തേർഡ് പോയിന്റ് ഈസ് appointment of an agent or attorney. The banker should ensure that an agent or attorney may be appointed with the consent of all the joint account holders. ഒന്നുകിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഏജൻറ്റ്, ഒരു പവർ ഓഫ് അറ്റോണി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ? പവർ ഓഫ് മുക്തിയാർ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുക, പവർ ഓഫ് അറ്റോണി. അതായത് ആ ബാങ്ക് അക്കൗണ്ട് ഡീൽ ചെയ്യാനായിട്ട് ഒരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുക്കുകയാണ് ചെയ്യുക. അത് ഡീൽ ചെയ്യാനുള്ള അധികാരം അയാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഈ പവർ ഓഫ് അറ്റോണി എന്ന് പറയുന്നത്. ദ ബാങ്കർ ഷുഡ് എൻഷുർ ദാറ്റ് ആൻ ഏജൻറ്റ് ഓർ അറ്റോണി മേ ബി അപ്പോയിൻറ്റഡ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദി ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ദെൻ ഫോർ next one is countermanding orders. Any joint account holders can issue the stop payment orders of a check to the bank. When such an order is received, the banker should obey it. അതായത് എനി ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഇഷ്യൂ ദ സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓർഡേഴ്സ് ഓഫ് എ ചെക്ക്. ഈ ചെക്കുകൾ ഏതെങ്കിലും നിർത്തിവെക്കാനായിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹോൾഡർ, ജോയിൻ്റ് അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു ഹോൾഡർ ആവശ്യപ്പെടുന്ന പക്ഷം സച്ച് ആൻ ഓർഡർ ഈസ് റിസീവ്ഡ്, ദ ബാങ്കർ ഷുഡ് ഒബേ ഇറ്റ്. അതാണ് പറയുന്നത് കൗണ്ടർമാൻഡിങ് ദ ഓർഡർ കൗണ്ടർമാൻഡ് ചെയ്യുന്ന പക്ഷം അത് നിർത്തിവെക്കാനായിട്ട് ബാങ്ക് റെസ്പോൺസിബിൾ ആണ്. Then next one is authority to overdraw. The banker should also get proper authorization as to whether the persons authorized to operate joint account are also authorized to overdraw an account. ആരെയാണോ ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഓതറൈസ് ചെയ്ത് കൊടുത്തിരിക്കണേ, പ്ലെഡ്ജ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് ആരെയാണോ ഓതറൈസ് ചെയ്ത് കൊടുത്തിരിക്കണേ വെച്ചാൽ ആ ഓതറൈസേഷനുള്ള ആളുകൾക്ക് മാത്രം എന്ത് ചെയ്യാവുന്നതാണ്, ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാവുന്നതാണ്. കണ്ടോ, ദ ബാങ്കർ ഷുഡ് ഓൾസോ ഗെറ്റ് പ്രോപ്പർ ഓതറൈസേഷൻ ആസ് ടു വെദർ ദ പേഴ്സൺസ് ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ജോയിൻ്റ് അക്കൗണ്ട് ആർ ഓൾസോ ഓതറൈസ്ഡ്. അവർക്ക് എന്തിനുള്ള അധികാരം കൂടെയുണ്ട്, ആ അക്കൗണ്ടിന്മേൽ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനുള്ള അധികാരം കൂടെയുണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് റിവോക്കേഷൻ ഓഫ് അതോറിറ്റി. The authority to operate the joint account can be revoked by any of the joint account holders. Hence, the bank must stop payment on such revocation. അവിടെ പറയുന്നത് the authority to operate the joint account can be revoked by any of the joint account holder. ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ഏതെങ്കിലും ഒരു കസ്റ്റമർ റിവോക്ക് ചെയ്യുന്ന പക്ഷം, ഒരു ഹോൾഡർ റിവോക്ക് ചെയ്യുന്ന പക്ഷം ദ ബാങ്ക് മസ്റ്റ് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഓൺ സച്ച് എ റിവോക്കേഷൻ. ബാങ്കർ അതെന്ത് ചെയ്യണം, അത് തടഞ്ഞു വെക്കുകയാണ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡെത്ത് ഓഫ് എ ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ. ഇനി ഈ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറിലെ, അതായത് ഇപ്പോൾ 2-3 പേരൊക്കെ അല്ലെങ്കിൽ 4 പേരൊക്കെ കൂടി ചേർന്നിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് ജോയിൻ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുന്ന പക്ഷം എങ്ങനെയായിരിക്കും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ട്രാൻസാക്ഷൻസ് ബാങ്കർ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ജോയിൻ്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺ വിത്ത് ദ ക്ലോസ് ഐദർ ഓർ സർവൈവർ. The banker is bound to pay the credit balance available to the account to the survivor. In the absence of such a clause or in the absence of any agreement on the death of any joint account holder, his representatives and surviving account holder are jointly entitled to get the balance available in the account. Either or survivor എന്നാ പറയുന്നത്. ഒന്നുകിൽ സർവൈവറോ അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ ഇതിലേതെങ്കിലും. അപ്പോൾ ആദ്യം പറയും നമ്മൾ സർവൈവർക്കാണ്, അതായത് ഏതെങ്കിലും ABCD 4 ആളുകൾ കൂടി ചേർന്നിട്ടുള്ള അക്കൗണ്ടാണ്. അതിൽ A എന്ന് പറയുന്ന ഒരു വ്യക്തി മരണപ്പെടുന്ന പക്ഷം അതിൽ സർവൈവർ എന്ന് പറയുന്നൊരു ക്ലോസ് ആണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ബാക്കി 3 പേർക്കും ആ ഒരു പോർഷൻ അപ്പോർഷൻ ചെയ്തെടുക്കാവുന്നതാണ്. ലീഗലി നിയമപരമായിട്ട് ആ അക്കൗണ്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ബാക്കി 3 പേരിലേക്ക് വന്നു ചേരുന്നതാണ്. ഒന്നുകിൽ ആ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം, അങ്ങനെ ഒരു ക്ലോസ് വെക്കാത്ത പക്ഷം അവിടെ എന്ത് ചെയ്യേണ്ടി വരും, ബാങ്കർ
ദെൻ ഈ എ എന്ന് പറയുന്ന ഒരാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരിക്കാം. അതായത് നിയമപരമായിട്ട് അയാളുടെ മകനോ അല്ലെങ്കിൽ അയാൾ ഓതറൈസ് ചെയ്യുന്നത് ആരെയാണോ അവർക്ക് ആ അക്കൗണ്ടിൽ എന്ത് വരികയാണ്, അധികാരം വരികയാണ് ചെയ്യുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് എ ക്ലോസ് ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി അഗ്രിമെൻറ്റ് on the death of any joint account holder, his representatives and surviving account holder are jointly entitled to get the balance available in the account. Then next one is insolvency. On coming to know of the insolvency of any of the joint account holder, the banker must immediately stop all transactions on the account. Payment through the joint account can be made only according to the directions of the special receiver appointed in connection with the insolvency. ഇനി ഈ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ ആരെങ്കിലും ഒരാൾ ഇൻസോൾവൻ്റ് ആവുന്ന പക്ഷം, ഇപ്പോൾ കോർട്ട് ഓർഡർ പ്രകാരം അയാൾ ഇൻസോൾവൻ്റ് ഒക്കെ ആയിട്ട് പ്രഖ്യാപിക്കുമല്ലോ, അങ്ങനെ ചെയ്യുന്ന പക്ഷം ഓൺ കമ്മിങ് ടു നോ ദ ഇൻസോൾവൻസി ഓഫ് ദ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്, ദ ബാങ്കർ മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ഓൾ ട്രാൻസാക്ഷൻസ് ഓഫ് ദ അക്കൗണ്ട്. Payment through the joint account can be made only according to the directions of the special receiver appointed in connection with the insolvency. അപ്പം തന്നെ അയാൾ കൂടെ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് അപ്പം തന്നെ ഫ്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല. പിന്നെ അതിലെ സ്പെഷ്യൽ റിസീവർ പറയുന്ന പ്രകാരം ഇതിലാരാണോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ റിസീവർ പറയുന്നതിനനുസരിച്ച് ബാക്കിയുള്ള രീതിയിലായിരിക്കും അതിൻ്റെ അക്കൗണ്ടിന് ട്രാൻസാക്ഷൻസ് മുന്നോട്ട് പോവുക. ആ അക്കൗണ്ടിന് ട്രാൻസാക്ഷൻസ് മുന്നോട്ട് പോകാം. അപ്പോൾ 2 പോയിൻറ്റ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിൽ ഫസ്റ്റ് വൺ ഈസ് മൈനർ, സെക്കൻഡ് പോയിൻറ്റ് ഈസ് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ ബാങ്കർ ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് ദ ബാങ്കർ ക്യാൻ ടേക്ക് സം പ്രിക്കോഷൻസ് വൈൽ ഡീലിംഗ് വിത്ത് ദ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ജോയിൻറ്റ് അപ്ലിക്കേഷൻ. എല്ലാ കസ്റ്റമേഴ്സും ഒരേ സമയം ഒരേപോലെ അപ്ലിക്കേഷൻ തന്നിരിക്കണം. മോഡ് ഓഫ് കോണ്ടാക്ട്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്ന അത് ഉറപ്പ് വരുത്തിയിരിക്കണം. ആരെങ്കിലും ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കിയിരിക്കണം. അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഏജൻറ്റ് ഓർ അറ്റോർണി, അതായത് ഇതിൻ്റെ ട്രാൻസാക്ഷൻ, ഈ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ആരെയാണോ ഏജൻറ്റായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഏജൻറ്റോ അല്ലെങ്കിൽ ആ ഏജൻറ്റിന് പവർ ഓഫ് അറ്റോർണി മൂലം അദ്ദേഹത്തിന് അതിനുള്ള അധികാരം കൊടുത്തിരിക്കണം. അപ്പോയിൻമെൻറ്റ് ഓഫ് എൻ ഏജൻറ്റ് ഓർ അറ്റോർണി. ദെൻ കൗണ്ടർ മാൻഡിങ് ഓർഡർ, ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ കൗണ്ടർ ചെയ്യാന്നുണ്ട് വെച്ചാൽ എതിർക്കുന്ന പക്ഷം അത് നിർത്തിവെക്കുകയാണ് ചെയ്യേണ്ടത്. അതോറിറ്റി ടു ഓവർഡ്രോ, ആരെയാണോ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ വ്യക്തിക്ക് തന്നെ ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാനുള്ള അധികാരമുണ്ട്. ദെൻ റിവോക്കേഷൻ ഓഫ് അതോറിറ്റി, അതായത് ഏതെങ്കിലും കാരണവശാൽ എതിർക്കുന്ന പക്ഷം, ഏതെങ്കിലും ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ എതിർക്കുന്ന പക്ഷം ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാണ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെത്ത് ഓഫ് എ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ. ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെടുന്ന പക്ഷം അവിടെ ഒരു ക്ലോസ് ഉണ്ടായിരിക്കും, ഐദർ ഓർ സർവൈവർ. ഒന്നുകിൽ നിലനിൽക്കുന്ന ബാക്കിയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിന് അത് വിധിച്ചെടുക്കാം. അത് അങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലോസ് അത് ചേരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദെൻ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൂടെ അതിൻ്റെ അധികാരം ഉണ്ടായിരിക്കും. ദെൻ ഇൻസോൾവൻസി, അതായത് ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹോൾഡർ പാപ്പരാവുന്ന പക്ഷം ഒരു കോർട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന സ്പെഷ്യൽ റിസീവറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരുമായിട്ട് ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡേഴ്സുമായിട്ട് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ്. ദെൻ തേർഡ് വൺ ഈസ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. പാർട്ട്ണർഷിപ്പ് ഫേംസിനെ സംബന്ധിച്ചിടത്തോളം എ ബാങ്കർ ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്കോഷൻസ് വൈൽ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമുമായിട്ട് അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ബാങ്കർ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുമ്പോൾ ദെൻ അവിടെ എന്താ ചെയ്യുന്നത്? 2 or more persons jointly start a business for a common interest, for creating profit. ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നതിന് വേണ്ടി സ്വമേധയാ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന് ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്, ലാഭമുണ്ടാക്കുക എന്ന് പറയുന്നതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഒബ്ജക്റ്റ് തന്നെ അതാണ്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. Then the prospective customer should be duly introduced by a person who is already known to the bank. അവിടെ പറയുന്ന പോയിന്റിൽ
Then the prospective customer partnership firm should be duly introduced by a person who is already known to the bank. അതായത് ആദ്യം തന്നെ പാർട്ണർഷിപ്പ് ഫേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം. ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. എ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഷുഡ് ബി ഡ്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഈസ് ഓൾറെഡി നോൺ ടു എ ബാങ്ക്. ദെൻ ബാങ്കർക്ക് അറിയാം, നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഒരു അക്കൗണ്ട് ആരംഭിക്കുമ്പോൾ ആദ്യം എന്തുണ്ടായിരിക്കണം, ആ അക്കൗണ്ട് ഹോൾഡറെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം, ബാങ്കർക്ക് അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. Then the prospective customer should be duly introduced by a person who is already known to the bank. Second point is examine the partnership deed. എന്താ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് അമംഗ് ദി പാർട്ട്നേഴ്സ്, അല്ലേ? പാർട്ട്നേഴ്സ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രമാണമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിലേറ്റിംഗ് ടു പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നതെന്നുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബാങ്കർ എന്ത് പരിശോധിച്ചിരിക്കണം? ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡ് പരിശോധിച്ചിരിക്കണം. പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് കണ്ടെയ്നിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി അഗ്രിമെൻറ്റ് reached between the partners. The banker should clearly examine the deed to understand the constitution and other details of the firm. കണ്ടോ? അപ്പോൾ അത് ആദ്യം പാർട്ട്ണർഷിപ്പ് ഡീഡ്. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ? ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. ഈ ഫേമിനെ പരിചയപ്പെടുന്ന ലെറ്റർ ഉണ്ടായിരിക്കണം. എക്സാമിൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് ബാങ്കർ പരിശോധിച്ചിരിക്കണം. നമ്പർ ഓഫ് പേഴ്സൺസ്. ഒരു പാർട്ട്ണർഷിപ്പ് ആരംഭിക്കാനായിട്ട് നമ്മൾ അതിലിപ്പോൾ ഇങ്ങനെ ഭേദഗതി 1932 പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് നിലവിൽ വന്നിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. Before opening an account, the banker should see that the total number of partners not exceeding provided by the law. അതായത് നമുക്കറിയാമല്ലോ, മിനിമം 10 പേര് മാക്സിമം 20 പേരുമാണ് പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ടത്. മിനിമം 2, അല്ലേ? 20 ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് 10 ഇൻ ദ കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം ക്യാരിങ് ഓൺ ബാങ്കിങ് ബിസിനസ്. അതായത് ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മിനിമം അവിടെ പറയുന്നുണ്ട്, ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഓഫ് എ ഫേം ദ ബാങ്കർ ഷുഡ് സീ ദാറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഡസ് നോട്ട് എക്സീഡ് ദ മാക്സിമം പ്രൊവൈഡഡ് ബൈ ദ ലോ. 20 ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി പാർട്ണർഷിപ്പ് ആൻഡ് 10 ഇൻ ദ കേസ് ഓഫ് ബാങ്കിങ് ബിസിനസ്. ദ ബാങ്കർ മസ്റ്റ് റിഫ്യൂസ് ആൻഡ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട് ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എക്സീഡ് ദ ലിമിറ്റ്. നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, അത് മിനിമം 2 പേര് മാക്സിമം 20 പേര് വരെ ആവാം. അതല്ല, അതൊരു ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം 10 വരെയാവാം. അപ്പോൾ മാക്സിമം ലിമിറ്റ് ബാങ്കർ നോക്കിയിരിക്കണം. അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ ഫേം. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് ഏത് പേരിലാണ് ആരംഭിക്കുക? പാർട്ട്നേഴ്സിൻ്റെ പേരിലാണോ ആരംഭിക്കുക? അല്ല. അതെങ്ങനെയാണ്? അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലായിരിക്കണം അക്കൗണ്ട് ആരംഭിച്ചിരിക്കേണ്ടത്. ദ അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ ഫേം ആൻഡ് നോട്ട് ഇൻ ദ നെയിം ഓഫ് പാർട്ട്ണർ ഓർ പാർട്ട്നേഴ്സ്. പാർട്ട്ണറുടെയോ പാർട്ട്നേഴ്സിൻ്റെയോ പേരിലല്ല, അത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിലാണ് എന്ത് ആരംഭിക്കേണ്ടത്? അക്കൗണ്ട് ആരംഭിക്കേണ്ടത്. ദ നെക്സ്റ്റ് വൺ ഈസ് അപ്ലിക്കേഷൻ. An account in the name of the firm may be opened on receipt of an application from one or more of the partners. Usually banks insist that the application form should be signed by all partners. സാധാരണ രീതിയിൽ അപ്ലിക്കേഷൻ, ഒരു അക്കൗണ്ട് ആരംഭിക്കാനുള്ള അപ്ലിക്കേഷൻ ഫോം കൊടുത്തിരിക്കണം. ഈ അപ്ലിക്കേഷൻ ഫോമിൽ ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദ പാർട്ട്നേഴ്സ്. ആ അപ്ലിക്കേഷൻ ഫോമിൽ എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമാണ് ബാങ്ക് റിസീവ് ചെയ്യുക. The next one is letter. The bank should obtain letter signed by all the partners containing the name of the firm, the nature of the business, name and address of the all partners, the name of the partners who are authorized to operate the account in the name of the firm, including the authority to draw and accept bill and sell property belonging to the firm. അതായത് ആദ്യം തന്നെ ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ ദ ലെറ്റർ സൈൻഡ് ബൈ ഓൾ ദ പാർട്ട്നേഴ്സ് കണ്ടെയ്നിങ്. അതായത് ആദ്യം സൈൻ ചെയ്തിരിക്കണം. സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളവിടെ പറയുമല്ലോ, സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുകയെന്ന് വെച്ചാൽ ആ ലെറ്ററിൽ എല്ലാവരും സൈൻ ചെയ്തിരിക്കണം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്തിരിക്കണം. അതേസമയം തന്നെ ഫേമിൻ്റെ പേര്, നേച്ചർ, അതേപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ all the partners, name of the partners who are authorized to operate the account in the name of the firm, including the authority to draw, the accept bill and sell property belonging to the firm. കണ്ടോ? അതായത്
ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരെന്താണ്, എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, ആ ഫേമിൻ്റെ ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി പറയുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ലെറ്റർ കൊടുക്കേണ്ടത്. ദെൻ അതോറിറ്റി ടു ഡ്രോ ആക്സെപ്റ്റ് ബിൽസ് ആൻഡ് സെൽ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ ഫേം. അത് ആരെയാണോ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടെ അതിൽ വ്യക്തമാക്കിയിരിക്കണം, ലെറ്ററിൽ വ്യക്തമാക്കിയിരിക്കണം. ദ നെക്സ്റ്റ് വൺ ഈസ് റിവോക്കേഷൻ ഓഫ് അതോറിറ്റി ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട്. ആ റിവോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോയിന്റ്, റിവോക്കേഷനിൽ ശ്രദ്ധിക്കുന്ന പോയിന്റ്, ദറ്റ് ഈസ് any partner is empowered to revoke the authority to operate the account. Hence, if any such revocation take place, the banker must stop all payment. Next one is delegation of authority. Then a partner authorized to operate the account on behalf of the firm has no power to delegate his authority to another person without the written consent of all partners. Delegation of authority. അതോറിറ്റി ആർക്കാണോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. എ പാർട്ട്ണർ ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ആൻ അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം ഹാസ് നോ പവർ ടു ഡെലിഗേറ്റ് ഹിസ് അതോറിറ്റി ടു അനദർ പേഴ്സൺ വിത്തൗട്ട് ദ റിട്ടൺ കൺസെൻറ്റ് ഓഫ് ഓൾ ദ പാർട്ട്നേഴ്സ്. Then next point is credit checks into the personal account. The banker should not credit a check in the firm's name to the personal account of partner without enquiring from other partners. ഒരു കാരണവശാലും ഫേമിൻ്റെ പേരിൽ വരുന്ന ചെക്കുകൾ ഒന്നും തന്നെ കസ്റ്റമറുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. മാത്രമല്ല വിത്തൗട്ട് എൻക്വയറിങ് ഫ്രം അതർ പാർട്ട്നേഴ്സ്, അതായത് മറ്റുള്ള പാർട്ട്നേഴ്സിനോട് അന്വേഷിക്കാതെ ഒരാളുടെ അക്കൗണ്ടിലേക്ക് അതൊരു കാരണവശാലും ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നെക്സ്റ്റ് വൺ ഈസ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന പക്ഷം, when a new partner is admitted to the partnership, the banker need not stop the account if the account shows a credit balance, but the banker should get mandate from an old and new partners about the mode of operations in future. If the account shows a debit balance, അതായത് ഒരു പുതിയ പാർട്ട്ണറെ അപ്പോയിൻ്റ് ചെയ്യുന്ന പക്ഷം ആ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ, ഫണ്ട് ഉണ്ട് എങ്കിൽ, അതാണല്ലോ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്, ആ ക്രെഡിറ്റ് ബാലൻസ് ആണ് ആ ബാങ്കിന് ഉള്ളതെങ്കിൽ പുതിയ മാൻഡേറ്റ് പ്രകാരം തന്നെ ബാങ്കർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ സമ്മതപ്രകാരം തന്നെ ആ അക്കൗണ്ടിൽ പുതിയൊരു ആളുടെ പേര് കൂടെ ചേർത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇഫ് ദ അക്കൗണ്ട് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, ദ ബാങ്കർ ഷുഡ് ക്ലോസ് ദ അക്കൗണ്ട് ആൻഡ് ഓപ്പൺ എ ന്യൂ അക്കൗണ്ട്. അതല്ല, അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അക്കൗണ്ട് എപ്പോഴാണ് ഡെബിറ്റ് ബാലൻസ് ആവുക? ഓവർ ഡ്രാഫ്റ്റ് എടുക്കുമ്പോഴാണല്ലോ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആവുക. അപ്പോൾ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ ദെൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും പുതിയ പാർട്ട്ണറുടെ പേരിൽ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുകയാണ് ബാങ്കർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിട്ടയറിംഗ് പാർട്ട്ണർ. എ റിട്ടയറിംഗ് പാർട്ട്ണർ വിൽ കണ്ടിന്യൂ ടു ബി ലയബിൾ even for advance or loans or overdraft given to a firm after his retirement until he give notice by the banker. It is always better to close the old account and open a new account with the remaining partners. അതായത് ഒരു പാർട്ട്ണർ ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് റിട്ടയർ ആകുന്ന പക്ഷം അത് ബാങ്കിനെ ഇൻഫോം ചെയ്യുകയും ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അതിനെ തുടർന്ന് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയായിരിക്കും അതിന് വളരെ അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഇഫ് എ പാർട്ട്ണർ ഡൈസ്, ദ ഫേം സ്റ്റാൻഡ്സ് ഡിസോൾവ്ഡ് ഓട്ടോമാറ്റിക്കലി. ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരണപ്പെടുന്ന പക്ഷം അവിടെ എന്താണ്, ഫേം സ്റ്റാൻഡ്സ് ഡിസോൾവ്ഡ് ഓട്ടോമാറ്റിക്കലി അത് ഡിസോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഹാൻസ് ദ ബാങ്ക് മസ്റ്റ് ക്ലോസ് ദ അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി. തത്സമയം എല്ലാ ദെൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടുകൾ തന്നെ ക്ലോസ് ചെയ്യുകയും ദെൻ എ ന്യൂ അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫേം ആഫ്റ്റർ ഒബ്റ്റൈനിങ് ഫ്രഷ് മാൻഡേറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഒരു പുതിയ പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണർ മരണപ്പെടുന്ന പക്ഷം ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അതിനുശേഷം ഒരു പുതിയ മാൻഡേറ്റ് പ്രകാരം തന്നെ പുതിയൊരു അക്കൗണ്ട് ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് insolvency of a partner. Insolvency of a partner. In the absence of any provision in the partnership deed, a firm stands dissolved on the insolvency of a partner. Hence, the bank can close the existing account and open an account in the name of the reconstituted firm.
Then insolvency of a partner. In the absence of any provision in the partnership deed, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫേം സ്റ്റാൻഡ്സ് ഡിസോൾവ്ഡ് ഓൺ ദി ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരണപ്പെടുകയാണെങ്കിലും ഇൻസോൾവൻ്റ് ആണെങ്കിലും ഓട്ടോമാറ്റിക്കലി അതെന്താവാണ്, ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാൻസ് ദ ബാങ്ക് ക്യാൻ ക്ലോസ് ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് and open an account in the name of the reconstituted firm. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പാർട്ട്ണർ മരണപ്പെടുന്ന പക്ഷവും ഒരു പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുന്ന പക്ഷവും നിലനിൽക്കുന്ന അക്കൗണ്ടിൻ്റെ പ്രോസസ്സിങ് ഡിസോൾവ് ചെയ്യുകയും അതേസമയം തന്നെ വീണ്ടും പുതിയൊരു അക്കൗണ്ട് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യത്തിൽ ബാങ്ക് ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ദെൻ അവിടെ ബാങ്ക് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ലെറ്റർ ഓഫ് ഇൻട്രൊഡക്ഷൻ. ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ടായിരിക്കണം. എക്സാമിൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്, അതിലെഴുതപ്പെട്ടിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഡീഡ് വെരിഫൈ ചെയ്തിരിക്കണം. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്, ആരൊക്കെയാണ് പാർട്ട്നേഴ്സ് എന്നുള്ളത്. നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്ര പേരുണ്ട്? മാക്സിമം നമ്പർ 20 ആണ്. അതൊരു ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ ഫേം, ഒരു കാരണവശാലും പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. അക്കൗണ്ട് ആരംഭിക്കേണ്ടത് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ തന്നെയായിരിക്കണം. അപ്ലിക്കേഷൻ ഫോം ഡ്യൂലി സൈൻഡ് ബൈ ഓൾ ദ പാർട്ട്നേഴ്സ്. ദെൻ അതേപോലെ തന്നെ എല്ലാവരും കൂടെ സമ്മതിച്ച് ഒരു ലെറ്റർ ബാങ്കിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. റിവോക്കേഷൻ ഓഫ് അതോറിറ്റി, ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പക്ഷം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ബാങ്കർ നിർത്തിവെക്കുന്നതാണ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതിൻ്റെ അതോറിറ്റി അത് ചെയ്യാനുള്ള അധികാരം വേറൊരാളെ ചുമതലപ്പെടുത്തുക. ക്രെഡിറ്റ് ചെക്ക് ഇൻ ടു ദ പേഴ്സണൽ അക്കൗണ്ട്, ഒരു കാരണവശാലും ബാങ്കർ ചെക്ക് ഏതിൽ ക്രെഡിറ്റ് ചെയ്യരുത്, ഒരാളുടെയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറെ പുതുതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ പഴയത് ഓട്ടോമാറ്റിക്കലി ഡിസോൾവ് ചെയ്യുകയും പുതിയത് ആരംഭിക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. റിട്ടയറിങ് പാർട്ട്ണർ റിട്ടയർ ആവുകയാണെങ്കിലും പുതിയൊരു അക്കൗണ്ട് ആരംഭിക്കുന്നതായിരിക്കും നന്നാവുക. ഡെത്ത് ഓർ ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരണപ്പെടുകയോ ഇൻസോൾവൻ്റ് ആവുകയോ ചെയ്യുന്ന പക്ഷം ബാങ്കർ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ കൺക്ലൂഷൻ പറയുകയാണ് എന്തൊക്കെ നമ്മളിന്ന് ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ബാങ്കറെ സംബന്ധിച്ച സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ കേസ് ഓഫ് what are the precautions taken by the banker in the case of minors, then joint account holders and partnership firms. Okay, thank you.